നമസ്കാരം. ഈ ആഴ്ചയിലെ ന്യൂസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. വാർത്തകളുമായി ഞാൻ മയ. ആദ്യമായി അന്താരാഷ്ട്ര വാർത്തകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ വ്യാപാരം, പ്രതിരോധം, കുടിയേറ്റം എന്നിവ പ്രധാന വിഷയങ്ങളായി. ശേഷം സംയുക്ത പ്രസ്താവനയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാരത്തിലെ അസമത്വങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ഉടൻ ചർച്ചകൾ ആരംഭിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മികച്ച സാമ്പത്തിക സഹകരണം വാഗ്ദാനം ചെയ്യുമെന്നും പറഞ്ഞു. സംയുക്ത പത്രസമ്മേളനത്തിൽ ഇന്ത്യയും USഉം 2030 ഉഭയകക്ഷി വ്യാപാരത്തിന് $500 ബില്യൺ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ടെന്നും വ്യാപാര കമ്മി കുറയ്ക്കുന്നതിന് ഇന്ത്യ USൽ നിന്നും കൂടുതൽ എണ്ണയും വാതകങ്ങളും ഇറക്കുമതി ചെയ്യുവാൻ തീരുമാനിച്ചതായും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അറിയിച്ചു. USന്റെ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും മറ്റു നയലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമായി കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പ്രഖ്യാപിക്കുവാനൊരുങ്ങി US പ്രസിഡന്റ്. ഒപ്പം ഇന്ത്യയ്ക്ക് തീരുവകളിൽ ഇളവ് നൽകില്ലെന്നും അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാത്ത എല്ലാ കമ്പനികളും പുതിയ തീരുവ വഹിക്കേണ്ടി വരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ശ്വാസകോശ അണുബാധയെ തുടർന്ന് റോമിലെ ജെമിലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലയിൽ കാര്യമായ മാറ്റം ഇല്ലെന്നും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും വത്തിക്കാൻ മെഡിക്കൽ ബുള്ളറ്റിൻ. ആരോഗ്യനില മോശമായാൽ പദവി ഒഴിയുന്നതിനായി നൽകേണ്ട രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് മാർപ്പാപ്പ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. ഓസ്ട്രേലിയൻ വാർത്തകൾ. രാജ്യത്തെ നിലവിലുള്ള വീടുകൾ വാങ്ങുന്നതിൽ നിന്നും വിദേശികൾക്ക് വിലക്കേർപ്പെടുത്തുവാൻ തീരുമാനിച്ചതായി ഓസ്ട്രേലിയൻ സർക്കാർ. ജോലിക്കോ പഠനത്തിനോ വേണ്ടി ഓസ്ട്രേലിയയിൽ താൽക്കാലികമായി താമസിക്കുന്ന ഇന്ത്യക്കാരടക്കമുള്ള ആളുകളെ പുതിയ നീക്കം ബാധിക്കും. ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെ വിദേശ നിക്ഷേപകർക്ക് നിലവിലുള്ള വീടുകൾ വാങ്ങുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തുമെന്നും സമയപരിധി കഴിയുമ്പോൾ നിയന്ത്രണം നീട്ടണോ എന്ന് തീരുമാനിക്കുവാൻ അത് പുനഃപരിശോധിക്കുമെന്നും ഓസ്ട്രേലിയയുടെ ഭവന മന്ത്രി ക്ലെയർ ഒനീൽ പറഞ്ഞു. ഒപ്പം ഭവന നിർമ്മാണത്തിനായി വികസിപ്പിക്കുവാൻ കഴിയുന്ന ഭൂമി പൂഴ്ത്തിവെക്കുന്ന വിദേശ നിക്ഷേപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. മെയ് മാസത്തിൽ നടക്കുവാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കുതിച്ചുയരുന്ന വീടുകളുടെ വിലക്കയറ്റം നേരിടുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്ന പുതിയ കണ്ടെത്തൽ നടത്തിയതായി ഓസ്ട്രേലിയൻ ഗവേഷകർ. ഇതുമൂലം ഇൻസുലിൻ കുത്തിവയ്പ് അവസാനിപ്പിക്കുവാൻ കഴിയുമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. ഇതിനുവേണ്ടി അർബുദരോഗത്തിനുള്ള ചികിത്സയിൽ ഉപയോഗിക്കുന്ന 2 മരുന്നുകളാണ് ശാസ്ത്രജ്ഞർ പരീക്ഷിക്കുന്നത്. രോഗികളുടെ പാൻക്രിയാറ്റിക് സ്റ്റെം സെല്ലുകൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സാധ്യമാകുമെന്നാണ് പഠനം നടത്തുന്ന ബേക്കർ ഹാർട്ട് ആൻഡ് ഡയബറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടിയത്. 4.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് ആശ്വാസത്തിന് വക നൽകി ഓസ്ട്രേലിയയിൽ ബാങ്കിംഗ് പലിശ നിരക്ക് റിസർവ് ബാങ്ക് കുറച്ചു. നിരക്ക് 0.25% റിസർവ് ബാങ്ക് യോഗത്തിൽ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇതുമൂലം ജനങ്ങളുടെ ലോൺ തിരിച്ചടവും കുറയും. ഒപ്പം റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ പല ബാങ്കുകളും ഫിക്സഡ് നിരക്കിലും മാറ്റം വരുത്തി കഴിഞ്ഞു. നാണയപ്പെരുപ്പം കുറഞ്ഞതും ജനങ്ങളിലുള്ളവായ സാമ്പത്തിക സമ്മർദ്ദങ്ങളുമാണ് റിസർവ് ബാങ്കിന് പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള പ്രേരണയായതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ മിഷേൽ ബുള്ളക്ക് അറിയിച്ചു. ഓസ്ട്രേലിയയിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.1% കൂടി എന്ന് റിപ്പോർട്ടുകൾ. വിക്ടോറിയയിൽ 3000-ഓളം സർക്കാർ ജോലികൾ വെട്ടിക്കുറയ്ക്കുവാനും സാധ്യതകൾ കാണുന്നുവെന്നുമാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. ഇന്ത്യൻ വാർത്തകൾ. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റു. രേഖ ഗുപ്ത BJP മഹിളാ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. ഒപ്പം മറ്റ് 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മമതാ ബാനർജിക്കൊപ്പം രാജ്യത്തെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിരിക്കും അവർ. കൂടാതെ നിലവിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഏക വനിതാ മുഖ്യമന്ത്രി കൂടിയാവും രേഖ ഗുപ്ത. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു. 2 വർഷത്തിലേറെയായി സേവനമനുഷ്ഠിച്ചിരുന്ന രാജീവ് കുമാറിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതലയേറ്റത്. രാഷ്ട്ര നിർമ്മാണത്തിലേക്കുള്ള ആദ്യപടി വോട്ടെടുപ്പാണ് എന്നും 18 വയസ്സ് പൂർത്തിയായ ഓരോ ഇന്ത്യൻ പൗരനും വോട്ടർമാരാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സർക്കാർ ജീവനക്കാർക്ക് മികച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക എന്ന ലക്ഷ്യമിടുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ദേശീയ പെൻഷൻ സംവിധാനത്തിന് പകരമായി ആരംഭിച്ച ഈ പദ്ധതി 2025 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. പുതിയ പദ്ധതി പ്രകാരം കഴിഞ്ഞ 12 മാസത്തേക്ക് ജീവനക്കാർക്ക് ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ 50%-ന് തുല്യമായ പെൻഷൻ ലഭിക്കും. ഒരു ജീവനക്കാരൻ മരിച്ചാൽ കുടുംബത്തിന് പെൻഷൻ തുകയുടെ 60%-വും ലഭ്യമാകും. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച മത്സ്യ 6000 എന്ന അന്തർവാഹിനി കടലിലെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. 3 പേരെ കടലിൽ 6000 മീറ്റർ താഴെ എത്തിച്ച് പര്യവേഷണം നടത്തുന്ന സമുദ്രയാൻ പദ്ധതി അടുത്ത വർഷം യാഥാർത്ഥ്യമാവുമെന്നാണ് കരുതുന്നത്. ചെന്നൈക്കടുത്ത് ഉള്ള
L&T തുറമുഖത്തായിരുന്നു മത്സ്യയുടെ കടലിലെ പരീക്ഷണം. തെക്കേ ഇന്ത്യൻ വാർത്തകൾ. മനുഷ്യ മൃഗ സംഘർഷം നിയന്ത്രിക്കുന്നതിനായി വനംവകുപ്പിന് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ സജ്ജമാക്കുവാൻ സർക്കാർ 3.72 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന തലത്തിലും 36 ഫോറസ്റ്റ് ഡിവിഷനുകളിലുമാണ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ സജ്ജമാക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അടിയന്തര പ്രതികരണ സംവിധാന സെന്ററുകൾ സജ്ജമാക്കുന്നത്. റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി 3 ലക്ഷം കോടിയുടെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഗഡ്കരിയുടെ ഈ പ്രഖ്യാപനം. കേരളത്തിലെ റോഡുകളിലൂടെ വികസനം, ടൂറിസം, ആയുർവേദം എന്നിവയാണ് പ്രധാന പദ്ധതികൾ. മഹാശിവരാത്രി ആഘോഷങ്ങൾക്കും 102ാം സർവ്വമത സമ്മേളനത്തിനും ആലുവ അദ്വൈതാശ്രമത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. ശിവരാത്രി ദിവസമായ 26-ന് രാത്രി 10 മുതൽ 27-ന് ഉച്ചവരെ നീളുന്ന ബലിതർപ്പണത്തിന് ഒരേ സമയം 2000 പേർക്ക് സൗകര്യം ഉണ്ടാവും. കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025-ലെ ഷെഡ്യൂൾ പുറത്തിറക്കി. മാർച്ച് 22 ശനിയാഴ്ച മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സും ബംഗളൂരുവും തമ്മിലുള്ള കട്ടൺ റൈസർ മത്സരത്തോടെയാണ് T20 ആഘോഷം ആരംഭിക്കുന്നത്. മാർച്ച് 23-ന് ടൂർണമെന്റിലെ ആദ്യ ഞായറാഴ്ച 2 ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടങ്ങൾക്ക് വേദിയാകും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉള്ള മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. ലാഹോറിൽ നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് ഓസ്ട്രേലിയ. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 8 വിക്കറ്റിന് 351 എന്ന വമ്പൻ സ്കോർ നേടിയിട്ടും 15 പന്ത് ബാക്കിയാക്കി 5 വിക്കറ്റിന്റെ വിജയം നേടിയെടുക്കുവാൻ ഓസ്ട്രേലിയയ്ക്ക് സാധിച്ചു. ജോഷ് ഇംഗ്ലിസിന്റെ സെഞ്ചുറി പ്രകടനമാണ് ഓസ്ട്രേലിയയ്ക്ക് വമ്പൻ ജയം സമ്മാനിച്ചത്. ICC ടൂർണമെന്റിലെ ഏറ്റവും മികച്ച റൺ ചേസ് എന്ന റെക്കോർഡോട് ആണ് ഓസീസ് വിജയം നേടിയത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ബംഗ്ലാദേശിനെതിരെ 6 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത്. ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന 2 ICC ടൂർണമെന്റുകളിൽ 5 വിക്കറ്റ് പ്രകടനം നടത്തി ആദ്യത്തെ ബൗളറായി മുഹമ്മദ് ഷമി മാറി ചരിത്ര നേട്ടത്തിലെത്തി. രവീന്ദ്ര ജഡേജയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ 5 വിക്കറ്റ് പ്രകടനം നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൗളറായ ഷമി ഇന്ത്യയുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതോടെ ഈ വാരത്തെ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് പൂർണ്ണമാകുന്നു. വാർത്തകൾ എഴുതി വായിച്ചത് മയ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം.